ഹലോ, ഹായ്. അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു ചോദ്യം കേട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. വിഷയം തൊപ്പിയാണ്, ഞാൻ പറയാം. അതായത് ബ്രോ, തൊപ്പി വെക്കുന്നത് എന്തിനാണ്? ബ്രോ കഷണ്ടി ആയതുകൊണ്ടാണോ തൊപ്പി വെച്ച് വീഡിയോ ചെയ്യുന്നത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ മോനെ, ഞാൻ തൊപ്പി സ്ഥിരമായിട്ട് വെക്കുന്ന ഒരാളല്ല. വർക്കിന് പോകുമ്പോൾ ഞാൻ വെക്കാറുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല. ഞാൻ ഇടുന്ന ഡ്രസ്സിന് മാച്ചായിട്ടുള്ള തൊപ്പികൾ, അതായത് എനിക്ക് ആ ഡ്രസ്സിന് ആ ഒരു ക്യാപ്പ് ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് വെക്കും. അല്ലാതെ ഞാൻ കഷണ്ടി ആയതുകൊണ്ടല്ല ഇങ്ങനെ ക്യാപ്പ് വെക്കുന്നത്. അത് ഓൾറെഡി എനിക്ക് നേരത്തെ മുതൽ തന്നെ എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ അത്യാവശ്യം എനിക്ക് നെറ്റിയൊക്കെ കയറിയിട്ടുള്ള നെറ്റിയാണ്. നെറ്റി കയറിയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു എനിക്ക്. പിന്നെ മുടി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല. കാരണം ഞാൻ എൻ്റെ കഷണ്ടിത്തല മറക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ തൊപ്പി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വെക്കണമെന്ന് തോന്നും, അപ്പോൾ വെക്കും. പിന്നെ വർക്കിംഗ് സമയത്ത് നമ്മൾ മിക്കപ്പോഴും ഫുൾ ടൈം വെക്കാറുണ്ട്, അത് വേറെ. പിന്നെ ഞാൻ ക്യാപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേതായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആ ഒരു ക്യാപ്പ് വെച്ചാൽ നന്നായിരിക്കും, ഇങ്ങോട്ട് ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അടുത്ത ചോദ്യമാണ്, ഏതെങ്കിലും ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബ്രോ എപ്പോഴും തൊപ്പി വെക്കാറുണ്ടോ? ഞാൻ എല്ലാ ഫംഗ്ഷനും ഞാൻ തൊപ്പി വെക്കാറില്ല. അത്യാവശ്യം ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിന് അനുസരിച്ചുള്ള ക്യാപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ല, സാധാ നമ്മളിപ്പോൾ നോർമലി ഡ്രസ്സ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനിൽ ഞാൻ ക്യാപ്പ് വെക്കാറില്ല. എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. കഷണ്ടി ആയതുകൊണ്ടല്ല ഞാനപ്പോൾ ക്യാപ്പ് വെക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ട് മുടി വെക്കാനൊക്കെ ആയിട്ട്. അതിന് ഒരുപാട് കോസ്റ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് എന്നോട് എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. അവരോടൊക്കെ ചോദിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അത് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ബഡ്ജറ്റിൽ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നടക്കാത്തത് കൊണ്ടുമാണ് അതിൻ്റെ പുറകെ പോകാത്തത്. പിന്നെ ഇപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു ഇങ്ങനെ കഷണ്ടി ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്കൊരു ചമ്മല കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇതുമായിട്ട് തന്നെ പോകുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുടി പോകുന്നെന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല. നമ്മൾ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കില്ല. പലർക്കും പല രീതിയിലായിരിക്കും. ചിലവർക്ക് ഹെയർ ലോസ് ഉണ്ടാവും, കഷണ്ടിയാവും, ഫുള്ള് മുടി പോവും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് നിങ്ങൾ ഒരു സീനും വിചാരിക്കണ്ട. നമ്മളെ തമ്പുരാൻ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. ഒരു പ്രായം കഴിയുമ്പോൾ ചിലപ്പോൾ അത് മുടിയൊക്കെ പോയി എന്നൊക്കെ വരാം. അതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മളാണ് ചിന്തിക്കുന്നത്. നമ്മളുടെ ചിന്തയാണ് പ്രശ്നം. അയ്യോ, മുടി പോയാൽ വൃത്തികേടാണല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇതുപോലെ മുടി പോയിട്ട് അവൻ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ സൂം ചെയ്ത് നോക്കും. അത് നോക്കിയിട്ട് അയ്യോ എൻ്റെ തല മുടി ഇങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇതിൽ ഫോട്ടോയിൽ ഉണ്ട്. എന്നിട്ട് അവന് അത് അവിടെ ഇത്തിരി മുടി പോയതിന് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ്, ഈ ചിന്തയാണ് നിങ്ങൾക്ക് വിഷയം. അതായത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെങ്ങനെയാണോ അങ്ങനെ പോവുക. കാരണം ചിലവർക്ക് ഏജായി, എനിക്ക് നരച്ച്, എനിക്ക് അത്യാവശ്യം ചെറിയ നരകളൊക്കെ ഉണ്ട്, ഇവിടെ കാണാൻ പറ്റില്ല, വന്നിട്ടുണ്ട്. ഒരു പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാ സംഭവവും വരണമെന്നേ. അതിന് നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ ആവണം? ടെൻഷനിലാണ് പ്രശ്നം ഇരിക്കണം കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ടെൻഷനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിൽ കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു കാര്യമില്ല. കഷണ്ടിയായിരിക്കുന്ന ഒരു കുഴപ്പമില്ല. നീ സ്ത്രീ ആണെങ്കിൽ ഓക്കെ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഒരു പുരുഷനാണെങ്കിൽ മുടി പോകണമെങ്കിൽ നീ ഒരു ടെൻഷനും വിചാരിക്കേണ്ട. ഇനിയിപ്പോൾ നരച്ചെന്ന് വിചാരിച്ചൊന്നും വിചാരിക്കേണ്ട. ഏജ് ആകുന്നതിനനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഞാൻ ഈ ഫുഡ് എടുത്തപ്പോഴാണ് എല്ലാ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ കണ്ടത്, വാച്ച് ചെയ്യാനിടയായത്. അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് ആ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന്, രസകരമായിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് അത് നമ്മൾ ചെയ്യണമല്ലോ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നീ ഇങ്ങനെ ഈ ഹെയർ ഇല്ലാതെ എങ്ങനെ നീ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നു? പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇന്ന് വരെ. ചെറുപ്പത്തിൽ നമ്മൾ മുടിയുള്ള സമയത്ത് കൊഴിഞ്ഞു പോകുമ്പോൾ അയ്യോ മുടി കൊഴിഞ്ഞു പോകുന്നില്ല, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ പറഞ്ഞാലും ആ എണ്ണ മേടിച്ച് തേക്ക്, ഈ എണ്ണ മേടിച്ച് തേക്ക്, എവിടെ ഓരോ ഗുണവും ഇല്ല. എന്തെണ്ണം മേടിച്ച് കഴിച്ചാലും കൊഴിയാനുള്ള മുടിയാണെങ്കിൽ കൊഴിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടാണ് ആണെന്നാണെങ്കിലും അതും കൊഴിയാനുള്ളതാണെങ്കിൽ കൊഴിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. ഒരു കാര്യം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ചെയ്തിരിക്കുന്നത് വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ കുറ്റം പറയണമെന്നല്ല കേട്ടോ. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹവും ഇല്ലാണ്ടല്ല, ഉണ്ട്. പക്ഷേ അതിനുള്ള ബഡ്ജറ്റ് നമുക്കായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ, അഥവാ ആയെങ്കിൽ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഡോക്ടറെ കണ്ട് എൻ്റെ ഡോണർ ഏരിയയൊക്കെ പക്കയാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഞാനത് ചെയ്യുള്ളൂ. ഇല്ല അതിൻ്റെ മുടി അങ്ങനെ വെച്ചാലും പോകും മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല മോനെ. അപ്പോൾ കുറച്ച് ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടാണ്, മുടി ഹെയർ ലോസ് വരുന്നതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. ഇന്നത്തെ കാലത്ത് അതൊന്നും ആരും നോക്കുന്നില്ല. എനിക്ക് അതിൽ വലിയ ഇതൊന്നുമില്ല. എനിക്കിതാണ് പറയാനുള്ളത്. നിങ്ങൾ മുടി പോകുന്നതെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നരക്കണം എന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഏജ് ആകുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക, ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഇതുപോലുള്ള മെസ്സേജുകൾ ഇനിയും വഴക്കണം, എന്നാലേ അടുത്തടുത്ത വീഡിയോകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കേടാ, സീ യു, ബൈ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം, ബൈ.